ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ ഇന്ന് ധനുഷിൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്ന റയാൻ മൂവി ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് റിലീസായിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ റിലീസ് ചെയ്തത് കഴിഞ്ഞ മാസം തന്നെയാണ്, അതായത് ഈ മാസം തന്നെയാണെന്നാണ്. നമ്മുടെ മലയാളത്തെ അപർണ ബാലമുരളിയും ദിവ്യ പിള്ളയൊക്കെ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതലും അപർണയുടെ പല സംഭവങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമ റിലീസായതിനു ശേഷം വൈറലാവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അവർ ആ ക്യാരക്ടർ പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി ഈ സിനിമയുടെ ഒരു സ്റ്റോറി കേട്ട സമയത്ത് ഞാൻ ഒട്ടും ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് തിയേറ്ററിൽ മെനക്കെട്ട് പോയിട്ട് കാണാനുള്ളൊരു ഇത് തോന്നിയില്ല. കാരണം അതിൻ്റെ സ്റ്റോറി പറഞ്ഞാൽ ഒരു ആ ബ്രദർ ബാക്കിയുള്ള ബ്രദേഴ്സിനെയൊക്കെ ഒരു ഘട്ടത്തുനിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് അവർക്കുള്ള ഒരു പ്രൊട്ടക്റ്റഡായി നിൽക്കുന്നു. അപ്പോൾ ഒരു ഗ്യാങ്ങുമായിട്ടുള്ള പ്രശ്നം, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം മുന്നേയും 40 വർഷം മുന്നെയൊക്കെ പല സിനിമകളിലും പരാമർശിച്ച് പോയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇതിവൃത്തത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണിത്. ആ ഒരു കാരണം കൊണ്ട് അത്രയും ഒരു ക്ലീഷ ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് സ്റ്റോറിയുടെ ഒരു സംഭവത്തിൽ കാണാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത് OTT ആയിട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ധനുഷ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ള, ബ്രൂട്ടലായിട്ട് ഗോറുള്ള, അത്രയും വയലൻസ് കാണിക്കുന്ന തരത്തിലാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് വയലൻറ്റ് മൂവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു വാച്ചായിരിക്കും ഇതെന്ന് പറയാൻ പറ്റും. കാരണം അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. അതായത് ധനുഷിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ആ പുള്ളി അധികം സംസാരിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല ഈ സിനിമയിൽ, പക്ഷേ ഭയങ്കര ഷാർപ്പാണ്. ആ ഒരു എന്താ പറയുക, ഒരു ഓറ. അയാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകും, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഗ്യാങ് മെമ്പേഴ്സിനെ സ്വന്തം അയാളെ ഫാമിലിയിലോട്ടേക്ക് പല പ്രശ്നങ്ങളായിട്ട് വലിഞ്ഞു കയറി പലരും അവരെ തകർക്കാൻ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലോട്ടേക്ക് ആക്കുമ്പോഴാണ് ഈ പുള്ളി സർവൈവലിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ പുള്ളിക്ക് പേഴ്സണൽ ലൈഫിൽ സ്വന്തം അത്രയും ജീവൻ കൊടുത്തിട്ട് വളർത്തിയ ബ്രദേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു തിക്താനുഭവം. അപ്പോൾ ആ ഒരു സംഭവത്തിൽ പുള്ളി പ്രതികരിക്കുന്നതും അതിൻ്റെ ഒരു പകവീട്ടലും അങ്ങനത്തെയൊക്കെ ഒരു സംഭവമൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഫൈറ്റ്സ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ചില ഷോർട്സും കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ തോന്നിയിരുന്നു. അത് ഹോളിവുഡ് മൂവീൻ്റെ ഒക്കെ ഒരു ലെവൽ ഉള്ള പല ഷോർട്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത്, ചിലതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ AR റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ട് തോന്നി. ഭയങ്കര ഇൻറ്റൻസിറ്റി ഉണ്ട്, ഭയങ്കര ആ ഒരു സംഭവങ്ങൾ, ഈ ഒരു ഫൈറ്റും വയലൻസിൻ്റെയൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡപ്പ് ആക്കാൻ വേണ്ടി ആ മ്യൂസിക്കിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് തോന്നി. ഇതൊക്കെയാണ് ബേസിക്കലി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്താണ് ഇതിനെ കൊണ്ടുള്ള അഭിപ്രായം എന്ന് കമൻറ്റ് ഡൗൺ ബിലോ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.